വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലേണേഴ്സ് ബഡ്ഡി. നാം ഇപ്പോൾ പഠിക്കുവാൻ പോകുന്നത് NCERT സിലബസിലെ 3ാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് പാഠപുസ്തകത്തിലെ ദ ബിഗ് ലഡു എന്ന ലെസനാണ്. ലെറ്റ് us റീസൈറ്റ്. നമുക്കൊന്ന് വായിക്കാം. If all the ladus were one ladu, oh what a big ladu it would be. If all the children were one child, oh what a big child that would be. If all the seas were one sea, oh what a big sea it would be. Then, if the big child picked the big laddu and threw it in the big sea, oh what a big splish splash it would be. New words, see, splish splash. ഒരു കൊച്ചുകുട്ടിയുടെ ഭാവനയാണ്, അവൻ മനസ്സിൽ കാണുന്ന കാര്യങ്ങളാണ് ഈ പോയത്തിലൂടെ കവി നമുക്ക് കാട്ടിത്തരുന്നത്. നമുക്ക് ആ പോയം ഒന്നുകൂടെ വായിച്ചു നോക്കാം. ഇഫ് ഓൾ ദ ലഡൂസ് വെർ വൺ ലഡു, വാട്ട് എ ബിഗ് ലഡു ഇറ്റ് വുഡ് ബി. ഒരു കുട്ടി ഇമാജിൻ ചെയ്യുകയാണ്, അവനവൻ്റെ ഭാവനയിൽ കാണുകയാണ്. വളരെയധികം ലഡു എല്ലാം കൂടെ എടുത്ത് ഒന്നിച്ചു കൂട്ടി വലിയൊരു ലഡു ഉണ്ടാക്കിയെന്ന് വെച്ചു. അങ്ങനെ വലിയൊരു ലഡു ഉണ്ടാക്കിയെടുത്താലേ ഓ വാട്ട് എ ബിഗ് ലഡു ഇറ്റ് വുഡ് ബി. അതെത്രമാത്രം വലിയൊരു ലഡു ആയിരിക്കും. അവനങ്ങനെ ആലോചിച്ച് പോവുകയാണ് കേട്ടോ. അടുത്ത വരി നോക്കിയേ, എന്താണ് അവൻ ആലോചിക്കുന്നത്? ഇഫ് ഓൾ ദ ചിൽഡ്രൻസ് വെർ വൺ ചൈൽഡ്. ഈ കുട്ടികളെല്ലാം കൂടി അങ്ങോട്ട് ചേർന്നിട്ടേ ഒരൊറ്റ കുട്ടിയായിട്ട് മാറുകയാണെങ്കിൽ ഓ വാട്ട് എ ബിഗ് ചൈൽഡ് ഇറ്റ് വുഡ് ബി. കണ്ടില്ലേ ആ കുട്ടിയുടെ വലിപ്പം കണ്ടില്ലേ? എല്ലാ കുട്ടികളുടെ കൂടി ചേർന്ന് വലിയ കുട്ടിയായി. അപ്പോൾ അവൻ എന്നാ വലിപ്പമാണ് കണ്ടില്ലേ? ആ കമ്പയർ ദർ ഫിഗേഴ്സ്, അവരുടെ പടം ഒന്ന് കമ്പയർ ചെയ്ത് നോക്കിയേ. കുട്ടികൾ രണ്ടുപേർ താഴെ നിൽക്കുമ്പോൾ വലിയ ഒരു ആൺകുട്ടി കണ്ടില്ലേ? അവൻ നിൽക്കുന്നുണ്ട്. എത്ര വലിയൊരു കുട്ടിയായിട്ട് മറുപടി അവൻ ഭാവനയിൽ കാണുകയാണ്. ആ വീടിനെ കഴിഞ്ഞൊക്കെ പൊക്കത്തിലാണ്, മരക്കത്തെങ്ങിനെ കഴിഞ്ഞൊക്കെ ഉയരമുള്ള ഒരാൺകുട്ടിയെ കണ്ടില്ലേ? അതവൻ്റെ ഭാവനയാണ് കേട്ടോ. Then if the big child picked the big laddu, ആ വലിയ ആൺകുട്ടി ആ വലിയ വലിപ്പമുള്ള ആ ലഡു എടുത്തിട്ടേ ആൻഡ് ത്രൂ ഇറ്റ് ഇൻ ടു ദി സീ, കടലിലേക്കൊരു എയർ കൊടുത്താൽ എന്ത് പറ്റും? ഓ വാട്ട് എ ബിഗ് സ്പ്ലിഷ് സ്പ്ലാഷ് ഇറ്റ് വുഡ് ബി. എത്ര വലിയ തിരയിളക്കമായിരിക്കും ഉണ്ടാകുന്നത്. എത്രമാത്രം വലിയ തിരയിളക്കമാണ്. വെള്ളത്തിലേക്ക് ഈ ലഡു ചെന്ന് വീഴുമ്പോഴേ വെള്ളമൊക്കെ ചെതറിത്തെറിക്കും. എത്രമാത്രം വലിയൊരു ചലനമായിരിക്കും വെള്ളത്തിൽ കാണാൻ സാധിക്കുക എന്ന് കുട്ടി ആലോചിച്ചു പോവുകയാണ്. എന്താ ഈ സ്പ്ലിഷ് സ്പ്ലാഷ് എന്ന് പറഞ്ഞാൽ? സ്പ്ലിഷ് സ്പ്ലാഷ് എന്ന് പറഞ്ഞാൽ വെള്ളത്തിലേക്കൊക്കെ വല്ലതും വലിച്ചെറിയുമ്പോൾ ഉണ്ടാകുന്ന വെള്ളത്തിൻ്റെ ചിതറിത്തെറിക്കലിലാണ് ഇവിടെ ഈ സ്പ്ലിഷ് സ്പ്ലാഷ് എന്ന് പറയുന്നത്. വലിയ വലിപ്പമുള്ളൊരു ലഡു ആ വലിയ ആൺകുട്ടി എടുത്ത് വെള്ളത്തിലേക്ക് എറിഞ്ഞു കഴിഞ്ഞാൽ വെള്ളത്തിൽ വലിയ ചിതറിത്തെറിക്കലുണ്ടാവും. വെള്ളം അങ്ങോട്ടും ഇങ്ങോട്ടും ചിതറി തെറിച്ച് കാണാൻ ഭയങ്കര ഭംഗിയായിരിക്കും ഇല്ലയോ? അതാണ് കുട്ടി മനസ്സിൽ കാണുന്നത് കേട്ടോ. അതാണ് അവൻ ഇമാജിൻ ചെയ്യുന്നത്. ഇനി നമുക്ക് ആ ന്യൂ വേർഡ്സ് ഒന്ന് നോക്കാം. സീ എന്ന് പറഞ്ഞാൽ കടലാണ്, കടൽ അല്ലേ? ഓഷ്യൻ എന്ന് പറഞ്ഞാൽ സമുദ്രമാണ്. ഓഷ്യൻ വലുതാണ്, സീ ചെറുതാണ്. ആ ഓഷ്യൻ്റെ ഏതെങ്കിലും ചെറിയ ഭാഗമായിട്ടായിരിക്കാം കടൽ കാണപ്പെടുന്നത്. മനസ്സിലായില്ലേ? ഇന്ത്യൻ ഓഷ്യൻ്റെ ഒരു ഭാഗമാണ് അറേബ്യൻ സീ എന്ന് പറയുന്നത് പോലെ. സോ സീ ഈസ് എ സ്മോൾ പാർട്ട് ഓഫ് ദി ഓഷ്യൻ. വേറൊരു രീതിയിൽ പറഞ്ഞാലേ ഓഷ്യൻ ഈസ് എ വെരി ലാർജ് എക്സ്പാൻഷൻ ഓഫ് സീ. അടുത്ത വാക്ക് സ്പ്ലിഷ് സ്പ്ലാഷ് എന്നാണ്. എന്താണ് സ്പ്ലിഷ് സ്പ്ലാഷ്? സ്പ്ലിഷ് സ്പ്ലാഷ് എന്ന് പറഞ്ഞാൽ വലിയ എന്തെങ്കിലും വസ്തു വെള്ളത്തിലേക്ക് വലിച്ചെറിയുമ്പോൾ ഉണ്ടാകുന്ന വെള്ളത്തിൻ്റെ ചിതറിത്തെറിക്കല്ല. വെള്ളം ചിതറി ഇങ്ങനെ തെറിക്കും വസ്തുക്കൾ വെള്ളത്തിലേക്ക് വലിച്ചെറിഞ്ഞാൽ. ആൻഡ് ഇറ്റ് ഈസ് കോൾഡ് സ്പ്ലിഷ് സ്പ്ലാഷ്. മനസ്സിലായോ? അടുത്തതൊന്ന് വായിക്കാം. ഹാവ് യു സീൻ എ ബിഗ് ലഡു? നിങ്ങളൊരു വലിയ ലഡു കണ്ടിട്ടുണ്ടോ? ഹൗ ബിഗ് വാസ് ഇറ്റ്? എത്രമാത്രം വലുതായിരുന്നത്? ഡിഡ് യു ഈറ്റ് ഓൾ ബൈ യുവർ സെൽഫ്? അത് മുഴുവൻ നിങ്ങൾ തന്നെ കഴിക്കുകയായിരുന്നു ചെയ്തത്. ടെൽ യുവർ ഫ്രണ്ട്സ് അബൌട്ട് ഇറ്റ്. കുട്ടികളോട് കൂട്ടുകാരോട് അതൊക്കെ ഒന്ന് പറ കേട്ടോ. അടുത്തത് ഹാവ് യു ഈറ്റൻ എനിത്തിങ് ദാറ്റ് ഈസ് വെരി ബിഗ്? വലുതായിട്ടുള്ള എന്തെങ്കിലും നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ? അല്ലെ ആഹാരമായി തിന്നിട്ടുണ്ടോ? വാട്ട് വാസ് ഇറ്റ്? അതെന്തായിരുന്നു? ടോക്ക് അബൌട്ട് ഇറ്റ്.
അതിനെപ്പറ്റി ഒന്ന് പറയുക. എന്തായിരിക്കാം നിങ്ങൾ വലിയ വലിപ്പത്തിലുള്ള ബോൾ രൂപത്തിലുള്ള കഴിച്ചിരിക്കുന്നത്? വാട്ടർമെലനായിരിക്കും. സോ യു ക്യാൻ ടെൽ അബൌട്ട് ദ വാട്ടർമെലൻ. അപ്പോൾ നിങ്ങൾക്ക് വാട്ടർമെലനെ പറ്റി പറയാം, തണ്ണിമത്തങ്ങയെ പറ്റി പറയാം. വലിയൊരു ഫ്രൂട്ടാണ്, അത് കഴിക്കാവുന്നതാണ് എന്നൊക്കെ പറയാം. വാട്ട് ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ലഡ്ഡൂസ് ഹാവ് യു സീൻ? നമ്മൾ പലതരത്തിലുള്ള ലഡ്ഡൂസ് കണ്ടിട്ടുണ്ട്. ആ ലഡ്ഡൂസിൻ്റെയൊക്കെ നിറവ്യത്യാസങ്ങളാണ്. മിൽക്ക് ലഡ്ഡു കാണും, ഇറ്റ് മേ ബി ഓറഞ്ച് ഇൻ കളർ, സാധാരണ ലഡ്ഡു കാണും. അപ്പോൾ അങ്ങനെയുള്ളവയെല്ലാം വ്യത്യസ്ത തരത്തിലുള്ളവയാണ്. യെല്ലോ കളറിലുള്ള ലഡ്ഡുകളുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് പറയാൻ പറ്റും. അത് നിങ്ങൾ പറയുക. വാട്ട് ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ലഡ്ഡൂസ് ഹാവ് യു ഈറ്റൻ? അതാ പറഞ്ഞത്. ഏതൊക്കെ തരത്തിലുള്ള ലഡ്ഡു ആണ് നിങ്ങൾ കഴിച്ചിട്ടുള്ളത്? എല്ലാം റൗണ്ട് ഷേപ്പാണ്, ഹാവിങ് ഡിഫറെൻറ്റ് കളേഴ്സ് അല്ലേ? വ്യത്യസ്ത നിറങ്ങളുള്ള ലഡ്ഡൂസ് ഉണ്ട്. അവയൊക്കെ നിങ്ങൾ കഴിച്ചിട്ടുണ്ടായിരിക്കാം. അതിനെപ്പറ്റി നിങ്ങൾ പറയുക. നെയിം എ ഫ്യൂ തിങ്സ് ദാറ്റ് ആർ റൗണ്ട് ഇൻ ഷേപ്പ്. ഉരുണ്ട രൂപത്തിലുള്ള ബോളുകളുടെ രൂപത്തിലുള്ള വസ്തുക്കളെ പറ്റി പറയുക. ക്യാൻ യു ഈറ്റ് ഓൾ ഓഫ് ദം? ഉരുണ്ടാന്ന് മറിച്ചെല്ലാം കഴിക്കാൻ പറ്റുമോ? ഇല്ല. ഫുട്ബോൾ കഴിക്കാൻ പറ്റില്ല, ചെറിയ റബ്ബർ പന്ത് കഴിക്കാൻ പറ്റില്ല. അപ്പോൾ റൗണ്ടായിരിക്കുന്ന എല്ലാ വസ്തുക്കളും കഴിക്കാൻ പറ്റില്ല. അപ്പം കഴിക്കാൻ പറ്റുന്ന ഏതൊക്കെയാണെന്ന് പറയണം. ക്യാൻ യു ഈറ്റ് ഓൾ ഓഫ് ദം? റൈറ്റ് ദം ഇൻ കറക്റ്റ് കോളം. കറക്റ്റ് കോളത്തിൽ എഴുതണം. ദാറ്റ് ക്യാൻ ബി ഈറ്റൺ. കഴിക്കാവുന്ന ഏതൊക്കെയാണെന്ന് നോക്കിയേ. വേറൊരു കോളത്തിൽ പറയുന്നുണ്ട് ദാറ്റ് കനോട്ട് ബി ഈറ്റൺ, കഴിക്കാൻ പറ്റില്ലാത്തതും പറയുന്നുണ്ട്. അപ്പോൾ ദാറ്റ് ക്യാൻ ബി ഈറ്റൺ നമുക്കൊന്ന് നോക്കാം കേട്ടോ. മിൽക്ക് ലഡ്ഡു, അത് നമുക്ക് കഴിക്കാൻ പറ്റുന്നതാണ്. ഓറഞ്ച്, അത് നമുക്ക് കഴിക്കാൻ പറ്റുന്നതാണ്. രസമലായി, അതും ഉരുണ്ട രൂപത്തിലുള്ളതാണ്, പന്ത് പോലുള്ളതാണ്. മെയ്ഡ് ഓഫ് ഇറ്റ് ഈസ് എ മിൽക്ക് പ്രോഡക്റ്റ്, അത് മിൽക്ക് പ്രോഡക്റ്റാണ്. ദെൻ ലെമൺ, ചെറുനാരങ്ങായി. ദെൻ രസഗുള, അതും ഒരു പാലുൽപ്പന്നമാണ്. ഗുലാബ് ജാമുൻ, അതും ഉരുണ്ടതാണ്, അതും പാല് കൊണ്ടുണ്ടാക്കുന്ന ഒരു ഉൽപ്പന്നമാണ്. അപ്പോൾ അങ്ങനെയുള്ളവയെല്ലാം നല്ല ഉരുണ്ട രൂപത്തിലുള്ളവയാണ്. പിന്നെ ചായക്കടലൊക്കെ നമുക്ക് ബോണ്ട കിട്ടും, അതും ഉരുണ്ട രൂപത്തിലുള്ളവയാണ്. സോ അതെല്ലാം നമ്മൾ കഴിക്കാവുന്നതാണ്. പിന്നെ എന്നാ ഉള്ളത്? ദാറ്റ് കനോട്ട് ബി ഈറ്റൺ. ബോൾ കനോട്ട് ബി ഈറ്റൺ. അപ്പോൾ ഒന്നാമത് ബോൾ എഴുതാം. പിന്നെ ഷോർട്ട് പുട്ടിന് ഉപയോഗിക്കുന്ന ബോളിലെ കരിങ്കല്ലിൻ്റെ ഉരുണ്ട വസ്തുവില്ലേ, കരിങ്കല്ലിൻ്റെ ഉരുണ്ട വസ്തു, അത് കഴിക്കാനാവില്ല. അത്തരം ഉരുണ്ട വസ്തുക്കൾ ഉപയോഗിക്കാനാവാത്തത്, നമുക്ക് കഴിക്കാനാവാത്ത കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് നിങ്ങൾ പറയണം കേട്ടോ. അടുത്തത് നോക്കാം. ദ ചൈൽഡ് ത്രൂ ദ ബിഗ് ലഡു ഇൻ ടു ദ സീ. ആൺകുട്ടിയല്ലേ, അവന് വലിയ ലഡു എടുത്ത് വെള്ളത്തിലേക്ക് എറിഞ്ഞു. വാട്ട് ഡു യു തിങ്ക് ഹാപ്പൻ ടു ദ ലഡു? ആ ലഡുവിന് എന്ത് സംഭവിച്ചിരിക്കാം? വാട്ട് ഡു യു തിങ്ക് ഹാപ്പൻഡ് ടു ദ ലഡു? ആ വസ്തുവിന്, ആ ലഡുവിന് എന്ത് സംഭവിച്ചിരിക്കാം എന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നത്? എന്തായിരിക്കും അത്? ഇറ്റ് വുഡ് ഹാവ് ബീൻ ബ്രോക്കൺ, അത് പൊട്ടിപ്പോയിരിക്കാം. ആൻഡ് ഇറ്റ് വുഡ് ഹാവ് ബീൻ ഈറ്റൺ ബൈ ദ ഫിഷസ്, അത് മീനുകളൊക്കെ തിന്നിരിക്കാം. ഇറ്റ് വുഡ് ഹാവ് ബ്രോക്കൺ ഇൻ ടു പീസസ്, ഓർ ഇറ്റ് വുഡ് ഹാവ് ഈറ്റൺ ബൈ ദി ഫിഷസ്. അപ്പോൾ എന്താ പറയുന്നത്? ഇറ്റ് വുഡ് ഹാവ് ബ്രോക്കൺ ആൻഡ് ഈറ്റൺ ബൈ ദി ഫിഷസ്. ഇനിയും അടുത്ത പേജൊന്ന് നോക്കിയേ. ജിത്തു ആൻഡ് മീന, അവരുടെ കാര്യം പറയുന്നത്. ജിത്തു ആൻഡ് മീന ആർ ഫ്രണ്ട്സ്. ജിത്തുവും മീനയും ഫ്രണ്ട്സാണ്. മീന കനോട്ട് സീ പ്രോപ്പർലി. മീനയ്ക്ക് ശരിക്കും അവിടെ കണ്ണ് കാണാനാവില്ല. ഷീ കനോട്ട് സീ പ്രോപ്പർലി, ശരിയായ രീതിയിൽ കണ്ണ് കാണാനാവില്ല. ഇറ്റ് വാസ് ഹർ ബർത്ത്ഡേ, അത് അവളുടെ ബർത്ത്ഡേ ദിവസമായിരുന്നു. ജിത്തു ഗിഫ്റ്റഡ് ഹെയർ എ ബോക്സ് ഓഫ് മിക്സഡ് സ്വീറ്റ്സ്. ജിത്തു എന്ത് ചെയ്തു? ജിത്തു അവൾക്ക് സമ്മാനിച്ചു. ഹി ഗിഫ്റ്റഡ് ഹെയർ എ ബോക്സ് ഓഫ് മിക്സഡ് സ്വീറ്റ്സ്. സ്വീറ്റൊക്കെ മിക്സ് ചെയ്ത് അങ്ങോട്ട് കൊടുത്തത്. ഷീ ഫെൽറ്റ് സ്വീറ്റ്സ് ആൻഡ് എക്സൈറ്റ്മെൻ്റ് പിക്ഡ് അപ്പ് ദ ബിഗ് ലഡു. അവൾക്ക് വളരെ സന്തോഷം തോന്നി. ഷീ ഫെൽറ്റ് സ്വീറ്റ്സ്, എന്നിട്ട് എന്ത് ചെയ്തു? ഷീ ഫെൽറ്റ് സ്വീറ്റ്സൊക്കെ തൊട്ട് നോക്കി. ആൻഡ് എക്സൈറ്റഡ്ലി പിക്ഡ് അപ്പ് ദ ബിഗ് ലഡു. എന്നിട്ട് സന്തോഷപൂർവ്വം, വലിയ സന്തോഷത്തോടെ അവൾ എന്ത് ചെയ്തു? വലിയ ലഡു അങ്ങ് എടുത്തു. ഷീ സെഡ് ഐ ലവ് ലഡൂസ്. അവൾ പറഞ്ഞു, എനിക്ക് ലഡൂസ് വലിയ ഇഷ്ടമാണ്. ജിത്തു വാസ് സർപ്രൈസ്ഡ്. ജിത്തുവിന് അങ്ങ് അത്ഭുതമായിപ്പോയി. ആൻഡ് ആസ്ക്ഡ് ഹെർ, എന്നിട്ട് അവളോട് ചോദിച്ചു,
ഹൗ ഡിഡ് യു നോ ഇറ്റ് വാസ് ലഡു? അത് നിനക്ക് എങ്ങനെ മനസ്സിലായത് ലഡു ആണെന്ന് എന്ന് ചോദിച്ചു. എന്തുകൊണ്ടായിരിക്കാം മനസ്സിലായത്? ഒന്നാമത് റൗണ്ട് ഷേപ്പ് ഉണ്ടല്ലേ, ഉരുണ്ടതാണ്. തൊട്ട് നോക്കുമ്പോൾ ഫീൽ ചെയ്യും ഇല്ലേ, ഒരു ചെറിയ ഓയിലി ടച്ച് ഉണ്ട്. അപ്പോൾ അതറിയാം. തിങ്ക് ആൻഡ് സേ വാട്ട് മീന ആൻസേർഡ്. അപ്പം മീന എന്തായിരിക്കും പറഞ്ഞത്? മീന പറയും എന്താ, ഓ ഇറ്റ് ഈസ് റൗണ്ട് ഇൻ ഷേപ്പ് ആൻഡ് ഐ ഫീൽ ദ സോഫ്റ്റ് ടച്ച് ഓഫ് ദ ലഡൂസ്. ആ ലഡുവിൻ്റെ ഒക്കെ സോഫ്റ്റ് ടച്ച് എനിക്ക് മനസ്സിലാവും എന്ന് പറയും അല്ലേ, അങ്ങനെയല്ലേ പറയുള്ളൂ. അടുത്തൊന്ന് നോക്കാം. ലഡൂസ് ആർ സ്വീറ്റ്സ്. ലഡുവിന് നല്ല മധുരമാണ്. കോമൺലി ഈറ്റൺ ഇൻ എവരി ഹൗസ്. സാധാരണ എല്ലാ വീട്ടിലുമൊക്കെ കുട്ടികൾക്കൊക്കെ കഴിക്കുന്നതാണ്, വലിയവരും കഴിക്കും. റൈറ്റ് വേർഡ്സ് ദാറ്റ് ടെൽസ് അസ് അബൌട്ട് ദ ലഡു. ലഡുവിനെ പറ്റി നിങ്ങൾക്ക് പറയാവുന്ന എന്തൊക്കെ കാര്യങ്ങളാണ്? അതിൻ്റെ കളർ ചേഞ്ച് ഉണ്ടായിരിക്കും ഇല്ലേ, പല നിറത്തിലുള്ള യെല്ലോ ആയിരിക്കാം, ചിലപ്പോൾ ഓറഞ്ച് ആയിരിക്കാം. it may have ghee in it, or it may be made of milk. It may be round in shape, sweet. അപ്പോൾ അത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് പറയാം. ആൻഡ് ഇറ്റ് ഈസ് എ സ്പെഷ്യൽ ഡിഷ് ഇൻ ദി ഫെസ്റ്റിവൽ സീസൺ. അതൊക്കെ നിങ്ങൾക്ക് പറയാവുന്നതാണ്. അതൊക്കെ നിങ്ങൾ പറയണം കേട്ടോ. അപ്പോഴേ ഇത് ഈ പാഠത്തിൻ്റെ ഒന്നാമത്തെ പാർട്ടാണ്. നിങ്ങൾക്കിത് ഇഷ്ടമായെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോഴേ ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ.